പരിശുദ്ധ സഭ ചിന്തിക്കുന്ന ദിവസം. ഭാരതീയ കേരളത്തിൽ വൈദേശികമായ എല്ലാ അടിമത്തത്തിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദിനമാണ്. പരിശുദ്ധ സഭയ്ക്ക് കാതോലിക്കയിൽ സ്ഥാപിച്ച് അത് സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി മലങ്കരയിൽ സ്ഥാപിക്കുവാൻ ഇടയായ പരിശുദ്ധ കുറിച്ചും ഇന്ന് സഭ ധ്യാനിക്കുന്ന ഓർമ്മ. അങ്ങനെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നാം ധ്യാനിക്കുന്ന ദിനമാണ്. എല്ലാ സ്വാതന്ത്ര്യത്തിന്റെയും പിന്നിൽ ഒരു വലിയ സ്ട്രഗിൾ, സഹനത്തിന്റെ ഒരു പാതയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഈ സഹനത്തിന്റെ പാതയിലൂടെയാണ് സ്വാതന്ത്ര്യത്തിന് മുഖാന്തരമായി മാറിയത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ സഹനത്തിന്റെ പാതയിലൂടെയാണ് ഭാരതീയരായ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്. പരിശുദ്ധ സഹനത്തിന്റെ പാതയിലൂടെയാണ് ഈ കാതോലിക്ക സ്ഥാപനത്തിന് മുഖാന്തരമായി നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതിന്റെ പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ സഹനത്തിന്റെ ഒരു കഥയും ജീവിതവും പാതയും ഉണ്ട് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. അത് വിസ്മരിക്കുന്നതുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുമ്പോഴും വീണ്ടും നാം അടിമത്തത്തിലേക്ക് മാറിപ്പോകുന്നു. ഈ പരിശുദ്ധ ദേവാലയവും ഈ നാടും പരിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാൾ വലിയ ആഘോഷത്തോടെ കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ധ്യാനിക്കേണ്ട വിഷയം കൂടെയാണ്. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണത്തിന്റെ പെരുന്നാളാണ്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് മാതാവിന്റെ മരണശേഷം മാതാവിന്റെ ശരീരം സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു എന്നതാണ്. ഇത് നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വലിയ വെല്ലുവിളി എന്താണ്? സ്വർഗത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധി ആ ശരീരത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആ ശരീരം കൊണ്ടുപോയതിനാൽ ഭൗമ അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷം നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന ചോദ്യം നമ്മുടെ വിശുദ്ധിയെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി, നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി, നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി, ഇവയെക്കുറിച്ചൊക്കെ നാം ചോദിക്കേണ്ട നിമിഷങ്ങളാണ്. ശരിക്കും നാം വിശുദ്ധരാണ്. വിളി കൊണ്ട് പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചതിനാൽ വിശുദ്ധർ എന്ന് വിളിക്ക് യോഗ്യരാണ്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം വിശുദ്ധരാണ്. ഞാൻ നിങ്ങളും മാത്രം അറിയുന്ന നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ നാം ആരാണ്? നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അനുവദിക്കപ്പെട്ട സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ സ്പർശനങ്ങൾ, നമ്മുടെ രുചികൾ, നമ്മുടെ ശ്വാസം വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടോ? സ്വർഗത്തേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വർഗരാജ്യ പ്രവേശനത്തിൽ വിശുദ്ധി പ്രധാനമായ കണ്ടീഷനാണെന്ന് വിസ്മരിക്കുന്നതെന്നും
പരിശുദ്ധ ദൈവമാതാവ് ജീവിതത്തിൽ വിശുദ്ധിയായി ജീവിച്ചതുകൊണ്ടാണ് ചോദിക്കാതെ തന്നെ കൃപ കൊണ്ട് നിറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ ഏറെ നാളായി എന്തൊക്കെയോ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എന്റെ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം ആ ഭവനത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഇറങ്ങാൻ കഴിയാത്ത അശുദ്ധി ഭവനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങി നിറയുവാൻ തക്ക വിശുദ്ധി എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മെ വല്ലാതെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ലോകമാണിത്. നാം ഈ ആരാധന കഴിഞ്ഞ് ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ രുചികൾ എല്ലാം നമ്മെ ദൈവരാജ്യത്തിന്റെ വിശുദ്ധ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും പോരുന്നവയാണ്. മാതാവിന് എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഒരു ശക്തി ഉണ്ടായത്? അവൾ ദൈവാലയത്തിന്റെ അന്തരീക്ഷത്തിലാണ് വളർന്നത് എന്നുള്ളതാണ് അതിന്റെ കാരണം. ദൈവാലയത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധിയുടെ അന്തരീക്ഷമാണ്. ഒരു മനുഷ്യ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൽപ്പിച്ചതാണ്. ഇടത്തിന്റെ പേരാണ് ദൈവാലയം. അത് യെരൂശലേം ദേവാലയം മുതൽ ഇന്നു വരെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ മൂർവൻ ഉപയോഗിച്ച് ഉദാശ ചെയ്യപ്പെടുന്ന ദേവാലയം. നമ്മുടെ ശരീരവും അതുപോലെ തന്നെ പരിശുദ്ധ മൂർവൻ അഭിഷേകം നടത്തി വിശുദ്ധീകരിച്ച ഒരു ജനത്തിന്റെ കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ദേവാലയം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഇടമായി മാറും. നാം തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയം ഏതാണെന്ന് ചോദിച്ചാൽ പറയാം, മനുഷ്യന്റെ ശരീരം തന്നെയാണ്. അതിലേക്കുള്ള വിശുദ്ധി, അതാണ് നാം ഇന്ന് ധ്യാനിക്കേണ്ടത്. ഈ പെരുന്നാൾ നമ്മെ അതിന് പ്രേരിപ്പിക്കും. വലിയ ആഘോഷങ്ങൾ നമ്മെ പുറമേ ജീവിതത്തിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ വിശുദ്ധിയുടെ ഒരു തലത്തെ കുറിച്ച് നാം ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് മാതാവിനെ പോലെ വിശുദ്ധരായി മാറുവാനായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധി തന്നെയുണ്ട്. ആ വിശുദ്ധി നേടിയെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ വരുവാനുള്ള ലോകത്തിൽ നമുക്ക് കൃപയുടെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് നാം വിസ്മരിക്കരുത്. രണ്ടാമത്, മാതാവ് നൽകുന്ന സന്ദേശം പ്രതിബദ്ധതയുടെ, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ തരമാണ്, ചിന്തയാണ് എന്നാണ് വിചാരം. അത് കാനാവിലെ കല്യാണങ്ങളിൽ വീഞ്ഞില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബക്കാരോട് പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ട്. എലിസബത്ത് ഗർഭിണിയായി വീടിന് പുറത്ത് ഇറങ്ങുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ കൂട്ടിരിക്കുവാൻ പോയിട്ടായിരുന്നു ആദിമസഭയിൽ തന്റെ സാന്നിധ്യം കൊണ്ട് സഭയുടെ മധ്യത്തിൽ നിന്നപ്പോഴായിരുന്നു മാതാവിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ചിന്തയുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ എല്ലാവരും മാറിപ്പോയിരിക്കും. ആർക്കും ആരോടും പ്രത്യേകിച്ച് അങ്ങനെ കടപ്പാടുകളില്ല. ആർക്കും ആരോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് സംശയിക്കുകയില്ല. സ്നേഹത്തിന് പോലും ഉപാധികൾ വെച്ച് സ്നേഹിക്കുന്ന
ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചൊക്കെ നാം മാതാവിന്റെ ജീവിതത്തിലൂടെ ധ്യാനിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ പോലും, നമ്മുടെ വീടുകളിൽ പോലും, അവരവരുടെ മുറികളിൽ, അവരവരുടെ സൗകര്യങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് മാതാവ് നമ്മോട് പറയുന്നത്. കാനാവിലെ കല്യാണത്തിൽ വേദന അനുഭവിച്ചവരോടുണ്ട്. എലിസബത്തിന്റെ ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുവാൻ മാതാവ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കാണിച്ചതുപോലെ നമ്മോട് പറയുകയാണ്. വീട്ടിലും അയൽവക്കക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വേദനകളിലൊക്കെ ചേർന്ന് നിന്ന് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഒരു സാന്ത്വന വാക്ക് പറയുവാൻ കടമയുണ്ട്, കടപ്പാടുണ്ട് എന്നാണ് മാതാവ് നമ്മോട് പറയുന്നത്. നാം നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ സൗകര്യങ്ങൾ മാത്രം, നമ്മുടെ സുഖങ്ങൾ മാത്രം അന്വേഷിച്ച് ജീവിക്കുവാനുള്ളതല്ല ജീവിതമെന്ന് മാതാവ് നമ്മോട് പറയുകയാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ സഹനത്തിന്റെ പാതയുണ്ട്. മഹാത്മാഗാന്ധി ഒക്കെ തന്റെ വക്കീലുകളെയും ഒക്കെ നടത്തി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ദൂരം സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, കാതോലിക്ക സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സഭയുടെ സ്ഥിതി? ആരെങ്കിലുമൊക്കെ ആർക്കൊക്കെയും വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടം നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ, ഒരു ചെറുവിരൽ നൽകുവാൻ, ചേർന്ന് നിൽക്കുവാൻ ഒക്കെയുള്ള ഒരു പ്രേരണ ഈ പെരുന്നാൾ നമുക്ക് നൽകട്ടെ. രണ്ട് കാര്യങ്ങളാണ് മാതാവിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, മാതാവിനെ പോലെ വിശുദ്ധരാണ്. സ്വർഗരാജ്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഡൈവേർഷൻ ഉണ്ടാകാം. ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ പാതയിൽ നിന്ന് വ്യതിചലിക്കുക. ചിലർക്ക് പെർവേർഷൻ, അത് വഴി വിട്ട പോകാം. ഡൈവേർഷൻ, പെർവേർഷൻ ഉണ്ടാകാം. ഋജുവായ പാതയിൽ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് യാത്ര ചെയ്യും. മാതാവ് മധ്യസ്ഥയായി കൂടെ ഉണ്ടാകും. രണ്ടാമതായി, സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന ചുരുങ്ങിയ നാളുകൾ, ചുരുങ്ങിയ വർഷങ്ങൾ ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ ഒരു പ്രകാശമായി, ഒരു സാന്ത്വനമായി, സമാധാനമായി, സഹായമായി മാറുവാനായിട്ടുള്ള ഒരു പ്രേരണ ഈ ജീവിതവും ഈ പെരുന്നാളും നമുക്ക് നൽകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. മാതാവിന്റെ മധ്യസ്ഥത നാവിലും തുണയുമായി പരിശുദ്ധ അബ്ദേൽ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ധൂപ പ്രാർത്ഥന